ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സുലു കിച്ചൻസ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ബ്രെഡെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടേൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പം ഇതൊന്നും കൂടി ലൂസാക്കണം. അതിന് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളമായാലും മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് പാലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ചുകൂടെ പാലിന് ആവശ്യമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ പാലൊഴിച്ച് അതൊന്ന് പാകത്തിനുള്ള പരുവാക്കിയെടുക്കാം. ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പം ഇതുപോലെ തയ്യാറാക്കി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഈ നെയ്യ് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പൊരിച്ചെടുത്ത മുന്തിരി ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കൊരു സ്പൂൺ എടുത്ത് അതൊന്ന് ലെവലാക്കി കൊടുക്കാം. പിന്നെ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന മുന്തിരി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു ഡെക്കറേഷനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇത് നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് അതൊരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഇട്ടെടുക്കാം. 1 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക. നല്ല അടിപൊളി ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന അടിപൊളി ഒരു സ്നാക്സാണ്. വലിയ പണിയൊന്നുമില്ല. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.
താങ്ക് യു.